ഗുഡ് മോർണിംഗ് യൂറോപ്പ്. ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ചാരിറ്റീസ് കടപുഴകി വീണു നന്മ മരങ്ങൾ. കട പൂട്ടിക്കെട്ടി UK മിക്ക ചാരിറ്റി പിരിവുകാരും. വയറ്റുതടിച്ചത് UK സർക്കാരിന്റെയും കോടതിയുടെയും കുടിയേറ്റക്കാർക്കെതിരായ കടുത്ത നടപടികൾ. കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭകരുടെ പ്രതിഷേധങ്ങൾ ചാരിറ്റിയുടെ വന്യഹ വോളണ്ടിയർമാർക്ക് പുറത്തിറങ്ങി നടക്കാനാവാത്ത അവസ്ഥ. തീവ്ര വലതുപക്ഷ ഭീഷണി കാരണം UK അഭയാർത്ഥി ചാരിറ്റികൾ പലതും പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി റിപ്പോർട്ട്. ഇതോടെ അഭയാർത്ഥികളെ വെച്ച് വിലപേശി ജീവിച്ചിരുന്ന പല നന്മ മരങ്ങൾക്കും അങ്ങനെ ലക്ഷാധിപതികൾ ആയവർക്കും UK തങ്ങളുടെ ചാരിറ്റി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ട ഗതികേടാണ്. പെട്ടിക്കട പോലെയായിരുന്നു ഇതുവരെ UK ചാരിറ്റി NGO സംഘടനകളുടെ കച്ചവടം. എന്തായാലും കുടിയേറ്റക്കാരേക്കാൾ UK ജനതയ്ക്ക് നിരന്തരം ശല്യമായിരുന്ന ഇത്തരം ചാരിറ്റി പ്രമുഖന്മാരുടെ മേൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിന്റെ ക്രെഡിറ്റ് സ്റ്റാർമർ സർക്കാരിനാണ്. വനിതാ ചാരിറ്റി വോളണ്ടിയർമാർക്കു നേരെയുള്ള വധഭീഷണികളും ലൈംഗിക ചുവയുള്ള അധിക്ഷേപങ്ങളും വർദ്ധിച്ചതോടെ അഭയാർത്ഥി ചാരിറ്റികൾ പലതും നിലവിലെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി റിപ്പോർട്ട്. തീവ്ര വലതുപക്ഷ അക്രമ ഭീഷണി കാരണം നിരവധി NGOകളും സംഘടനകളും അവരുടെ ഓഫീസുകൾ അടച്ചുപൂട്ടുകയോ ഓൺലൈനിലേക്ക് മാറുകയോ ചെയ്തിട്ടുണ്ട്. അതേസമയം മറ്റു ചിലർ സേവനങ്ങൾ റദ്ദാക്കുകയും ലാനിയാർഡുകളും ID ബാഡ്ജുകളും ധരിക്കുന്നത് ഒഴിവാക്കാൻ അവരുടെ ജീവനക്കാരോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. വനിതാ വോളണ്ടിയർമാർ ബലാത്സംഗം ചെയ്യപ്പെടണമെന്ന അഭിപ്രായങ്ങൾ ഉൾപ്പെടെ സ്ത്രീ വിരുദ്ധമായ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നതായും ഒരു ചാരിറ്റി റിപ്പോർട്ട് പരാതിപ്പെട്ടു. കുടിയേറ്റ പ്രതിഷേധം കടുക്കുന്നു. UK അഭയം തേടുന്നവരെ പാർപ്പിക്കുന്ന ഹോട്ടലുകൾക്കെതിരായ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും തുടരുന്നു. പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. ബ്രിസ്റ്റോൾ, എക്സെറ്റർ, ടാംവർത്ത്, കാനോക്ക്, ന്യൂനേട്ടൺ, ലിവർപൂൾ, വേക്ക്ഫീൽഡ്, ന്യൂകാസിൽ ഓൺ ടൈൻ, സറേറിയ ഹോർലി, മധ്യ ലണ്ടനിലെ കാനറി വാർഫ് എന്നിവ ഉൾപ്പെടെ ഇംഗ്ലണ്ടിലുടനീളമുള്ള പട്ടണങ്ങളിലും നഗരങ്ങളിലും അഭയ കേന്ദ്ര സംവിധാനം നിർത്തലാക്കുക എന്ന മുദ്രാവാക്യമുയർത്തി പ്രകടനങ്ങൾ നടന്നു. സ്കോട്ട്ലൻഡിലെ അബർഡീനിലും പെർത്തിലും വെയിൽസിലെ ഫ്ലിസ്റ്റണിലും മോൾട്ടിലും പ്രതിഷേധങ്ങൾ നടന്നു. ഇത്തരം കുടിയേറ്റ വിരുദ്ധ നടപടികൾക്കെതിരെ ഡെർബിഷെയറിലെ ബ്രിസ്റ്റോൾ, കാനോക്ക്, ലെസ്റ്റർ, ലിവർപൂൾ, ന്യൂകാസിൽ, വേക്ക്ഫീൽഡ്, ഹോർലിക്, ലോങ് ഈസ്റ്റൺ എന്നിവിടങ്ങളിലും സ്റ്റാർട്ടപ്പ് ടൂറിസം സംഘടിപ്പിച്ച പ്രതിഷേധങ്ങൾ നടന്നു. ഭയക്കണം, പഠിക്കണം ജർമ്മനിയെ കണ്ട്. UK മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും ജർമ്മനിയെ കണ്ടുപഠിക്കണം. കുടിയേറ്റക്കാർ ഭയക്കും ഇപ്പോൾ ജർമ്മൻ അതിർത്തി കടക്കാൻ. ചാൻസലർ ഫെഡറിക് മേഴ്സിന്റെ കർക്കശമായ കുടിയേറ്റ നയം ഫലം കാണാൻ തുടങ്ങിയതായി ജർമ്മനി. അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന മുൻ ചാൻസലർ ഏഞ്ചല മെർക്കലിന്റെ നയത്തിൽ നിന്നും വിരുദ്ധമായ കർശന നിലപാട് നിലവിലെ ചാൻസലർ കൈക്കൊണ്ടതോടെ അഭയാപേക്ഷയുടെ എണ്ണം പകുതിയോളം കുറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതിർത്തികളിൽ നിയമം കർക്കശമാക്കിയതോടെ 2025 ഇതുവരെ 61,336 അഭയ അപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ലഭിച്ച അപേക്ഷകളുടെ പകുതി എണ്ണം മാത്രമാണ് ഇത്. യൂറോപ്പിലെ അഭയാർത്ഥികളുടെ പ്രഥമ ലക്ഷ്യസ്ഥാനം എന്ന പദവി ഇതോടെ ജർമ്മനിക്ക് നഷ്ടമാവുകയും ചെയ്തു. സ്പെയിനും ഫ്രാൻസുമാണ് ഇപ്പോൾ അഭയാർത്ഥികൾ കൂടുതലായി ലക്ഷ്യം വെക്കുന്നത്. പുതിയ നയമനുസരിച്ച് മതിയായ രേഖകളില്ലാതെ എത്തുന്ന കുട്ടികളെയും ഗർഭിണികളെയും ഒഴിച്ചുള്ള എല്ലാവരെയും അതിർത്തികളിൽ നിന്നു തന്നെ മടക്കി അയക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അഭയാർത്ഥികളോടുള്ള മെർക്കലിന്റെ ഉദാരമായ സമീപനം എടുത്തു കളയുമെന്ന് മെഴ്സസ് പറഞ്ഞിരുന്നു. അധികാരത്തിലെത്തിയ ഉടൻ തന്നെ അദ്ദേഹം അതിർത്തി രക്ഷാ സൈന്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. സിറിയയിലെയും ആഭ്യന്തര യുദ്ധം അവസാനിപ്പിച്ച സാഹചര്യത്തിൽ സിറിയയിൽ നിന്നുമുള്ള അഭയാർത്ഥികളെ തിരിച്ചയക്കുമെന്ന് മെഴ്സ് പറഞ്ഞു. മാത്രമല്ല, പൂർണ്ണമായ അഭയാർത്ഥി പദവി ഇല്ലാത്തവർക്ക് കുടുംബവുമായി ഒത്തുചേരാനുള്ള അവകാശം താൽക്കാലികമായി മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിൽ ഒരു ഡച്ച് രാജി. ഇസ്രയേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ മന്ത്രിസഭാ യോഗം പരാജയപ്പെട്ടതിനെ തുടർന്ന് ഡച്ച് വിദേശകാര്യമന്ത്രി കാപ്സർ വെൽക്യാം രാജിവെച്ചു. ഇത് നെതർലാൻഡ്സിലെ ഇതിനകം ദുർബലമായ കെയർ ടേക്കർ സർക്കാരിനെ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ചതിനെ ചൊല്ലി വെള്ളിയാഴ്ച വൈകിട്ട് മന്ത്രിസഭ ചർച്ച ചെയ്ത ഒരു സ്തംഭന അവസ്ഥയെ തുടർന്ന് സെൻട്രിസ്റ്റ് ന്യൂ സോഷ്യൽ കോൺട്രാക്ട് പാർട്ടിയിലെ വെൽഡി ക്യാമ്പിന്റെ സഹപ്രവർത്തകരും ചർച്ചകൾ ബഹിഷ്കരിച്ചു. അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ നിയമവിരുദ്ധമായ ഒരു കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കുവാനുള്ള ഇസ്രയേലിന്റെ പദ്ധതികളെ അപലപിച്ച് വ്യാഴാഴ്ച 20 രാജ്യങ്ങളുമായി ചേർന്ന നെതർലൻഡ് സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചതിന് ശേഷമാണ് ഇസ്രയേലിനെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നത്. ജിപ്സികളിലെ മഹാനാണ് ഫ്രാങ്ക് തോംസൺ. നാടോടി വംശജനായ ഫ്രാങ്ക് തോംസൺ എന്ന ബിസിനസ്സുകാരന്റെ ശവസംസ്കാരം UK ചർച്ചയാകുന്നു. ഇക്കഴിഞ്ഞ ജൂലൈ 2 നെഞ്ചിലെ അണുബാധയെ തുടർന്ന് മരണമടഞ്ഞ ഫ്രാങ്കിന്റെ മൃതദേഹം
കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണ ശവപ്പെട്ടിയിലായിരുന്നു അടക്കം ചെയ്തത്. തെക്കൻ ലണ്ടനിലെ സെമിത്തേരിയിൽ അടക്കം ചെയ്യുന്നതിന് മുമ്പായി നോട്ടിംഗ്ഹാമിലെയും മാഞ്ചസ്റ്ററിലെയും പല ഇടങ്ങളിലേക്കും ഈ മൃതദേഹം വിലാപയാത്രയായി കൊണ്ടുപോവുകയും ചെയ്തു. വളരെ നല്ലവരായ ചില ജിപ്സി നാടോടികൾ ഉണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിനാണ് ഇത്രയും ആർഭാടമായ ശവസംസ്കാരം നടത്തിയതെന്ന് തോംസന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പറയുന്നു. ഇയാളെ അടക്കം ചെയ്തിരിക്കുന്നിടത്ത് ഒരു വലിയ മാർബിൾ സ്മാരകം പണിതുയർത്താനാണ് ഇയാളുടെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. നല്ലൊരു മനുഷ്യനായിരുന്നു തോംസൺ എന്നുമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത്. ഒരു വലിയ നാടോടി പശ്ചാത്തലമുള്ള കുടുംബമാണ് തോംസന്റേത്. കൊലവിളിയുമായി ഈ സ്കൂട്ടറുകൾ. ഡബ്ലിനിൽ ഈ ബൈക്ക് ഇടിച്ച് ഒരു പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. ടൈറസ് ടൗണിലെ കുറാങ് ഹാളിൽ ഇന്നലെ രാത്രി 8:20 സംഭവം. ഗുരുതരമായി പരിക്കുകൾ പറ്റിയ പെൺകുട്ടി ചികിത്സയിൽ തുടരുകയാണ്. ഗാർഡ അറസ്റ്റ് ചെയ്ത 20 വയസ്സ് പ്രായമുള്ള യുവാവ് നിലവിൽ നോർത്ത് ഡബ്ലിൻ ഗാർഡ സ്റ്റേഷനിൽ തടവിൽ പാർപ്പിച്ചിട്ടുണ്ട്. ഈ ബൈക്ക് പ്രദേശത്ത് സഞ്ചരിക്കുന്നത് കണ്ട സാക്ഷികൾ മുന്നോട്ട് വരണമെന്നും ഗാർഡ അഭ്യർത്ഥിച്ചു. ഡാഷ് ക്യാം ഉൾപ്പെടെ ക്യാമറ ദൃശ്യങ്ങൾ ഉള്ളവരും ടൈറസ് ടൗണിൽ പ്രത്യേകിച്ച് കുറാങ് ഹാൾ ക്രിസ്ത്യൻ പ്രദേശത്ത് രാത്രി 7:30 രാത്രി 8:30 ഇടയിൽ സഞ്ചരിച്ചിരുന്നവരും അത് ലഭ്യമാക്കണമെന്നും ഗാർഡ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സ്കോട്ടിഷ് ഒറ്റപ്പെട്ട സസ്തനികൾ. കഴിഞ്ഞ 20 വർഷത്തിനിടെ സ്കോട്ടിഷ് തീരത്ത് ഒറ്റപ്പെട്ടു പോകുന്ന തിമിംഗലങ്ങളുടെയും ഡോൾഫിനുകളുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതായി സയന്റിഫിക് റിപ്പോർട്ട്സ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പുതിയ പഠനം മുന്നറിയിപ്പ് നൽകുന്നു. ഒറ്റപ്പെടുന്ന ഒരു സമുദ്ര സസ്തനി കരയിലോ ആഴം കുറഞ്ഞ വെള്ളത്തിലോ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അതിന്റെ സമുദ്ര ആവാസ വ്യവസ്ഥയിലേക്ക് മടങ്ങാൻ അതിന് കഴിയുന്നില്ല. ബെലീൻ തിമിംഗലങ്ങൾ, ചെറിയ കൊക്കുള്ള സാധാരണ ഡോൾഫിനുകൾ, ഹാർബർ പോർപീസുകൾ, പെലാജിസ്റ്റ് ഡോൾഫിനുകൾ എന്നിവ ഉൾപ്പെടെ സ്കോട്ടിഷ് ജലാശയങ്ങളിൽ കാണപ്പെടുന്ന എല്ലാ സമുദ്ര സസ്തനി ഇനങ്ങളെയും ഗ്ലാസ്ഗോ സർവകലാശാലയിലെ ഗവേഷകർ പരിശോധിച്ചു. ഇനി മൊബൈലിൽ ഷുഗറും അറിയാം. ലോകത്തിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ പരിശോധനയിൽ ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള രോഗനിർണയം സമയം ആഴ്ചകളിൽ നിന്നോ മാസങ്ങളിൽ നിന്നോ 10 മിനിറ്റിന് താഴെയായി കുറയ്ക്കാൻ കഴിയുമെന്ന് വിദഗ്ധർ പറയുന്നു. ആപ്പിന്റെ സൃഷ്ടാക്കളായ ഡയഗ്നോസ്റ്റിക് കമ്പനിയായ പോക്ടോക്ക് വികസിപ്പിച്ച ഫിംഗർ പ്രിന്റ് ടെസ്റ്റും ഒരു സ്മാർട്ട് ഫോൺ ആപ്പും സംയോജിക്കുന്ന പുതിയ പരിശോധന NHS പ്രതിവർഷം 8.8 ബില്യൺ പൗണ്ട് ചിലവാകുന്ന രോഗത്തിനുള്ള പ്രതിരോധ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിക്കും. UK ഏകദേശം 5.2 ദശലക്ഷം ആളുകൾക്ക് ടൈപ്പ് 2 പ്രമേഹമുണ്ട്. കൂടാതെ 1.3 ദശലക്ഷം പേർക്ക് രോഗനിർണയം നടത്താത്തവരായി കണക്കാക്കപ്പെടുന്നു. കാംബ്രിയയിലെ ഇംഗ്ലണ്ടിന്റെ വടക്കു കിഴക്കൻ ഭാഗത്തുള്ള NHS ട്രസ്റ്റുകളാണ് പ്രമേഹ ആരോഗ്യ പരിശോധന ആപ്പ് രോഗികൾക്ക് ഉപയോഗിക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ രാജ്യവ്യാപകമായി ഇത് പുറത്തിറക്കാൻ പദ്ധതിയുണ്ട്. ഈ പരിശോധനയിലൂടെ NHSന് കോടിക്കണക്കിന് ലാഭിക്കാൻ കഴിയുമെന്നും ഡയഗ്നോസ്റ്റിക് കമ്പനിയായ പോക്ടോക്ക് കൂട്ടിച്ചേർത്തു. യുഗ്മ വള്ളംകളിക്ക് ലിജോയുടെ ലോഗോ. യുഗ്മ ഫസ്റ്റ് കോൾ കേരളപൂരം വള്ളംകളി 2025 ലോഗോ മത്സരത്തിൽ വെസ്റ്റ് യോർക്ക്ഷയർ കീത്ലക് മലയാളി അസോസിയേഷനിൽ നിന്നുമുള്ള ലിജോ ലാസർ വിജയിയായി. ആഗസ്റ്റ് 30 ശനിയാഴ്ച നടക്കുന്ന 7ാമത് യുഗ്മ കേരളപൂരം വള്ളംകളി മത്സരത്തിന്റെ മുഴുവൻ ഔദ്യോഗിക കാര്യങ്ങൾക്കും ലിജോ ഡിസൈൻ ചെയ്ത ലോഗോയായിരിക്കും ഉപയോഗിക്കുക. നിരവധി പേർ പങ്കെടുത്ത ലോഗോ മത്സരത്തിൽ നിന്നാണ് ലിജോ ലാസറിന്റെ ലോഗോ യുഗ്മ ദേശീയ സമിതി തിരഞ്ഞെടുത്തത്. അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്ന ലിജോ വള്ളംകളിയുടെ നാടായ ആലപ്പുഴ കുട്ടനാട് പുളിങ്കുന്ന് സ്വദേശിയാണ്. ഷെഫീൽഡിനടുത്ത് റോദർഹാം മാൻവേഴ്സൽ തടാകത്തിൽ വെച്ച് നടക്കുന്ന വള്ളംകളിയും അനുബന്ധ കലാപരിപാടികളും വൻ വിജയമാക്കുവാൻ യുഗ്മ ദേശീയ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ, ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ, ട്രഷറർ ഷീജോ വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ യുഗ്മ ദേശീയ റീജിയണൽ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിവരുന്നത്. ബ്ലാക്ക് ബേണിൽ വരൂ വടംവലിക്കാം. ബ്ലാക്ക് ബേണിലെ ഒരുമ ഒരുക്കുന്ന ഓൾ UK വടംവലി മത്സരം ഈ മാസം 31 നടക്കും. വിൽട്ടൺ കൺട്രി പാർക്കിലെ പാർക്ക് അരീനയിൽ വനിതകൾക്കും പുരുഷന്മാർക്കുമായി നടക്കുന്ന മത്സരങ്ങൾ പങ്കാളികളാകുന്ന എല്ലാ ടീമുകൾക്കും ട്രോഫി സമ്മാനമായി ലഭിക്കും. വിജയികളെ കാത്തിരിക്കുന്നത് ആകർഷകമായ 4700 പൗണ്ടിലധികം ക്യാഷ് പ്രൈസ് അടക്കമുള്ള സമ്മാനങ്ങളാണ്. കൂടാതെ 30-ലധികം ട്രോഫികളും 66ഓളം മെഡലുകളും വിജയികളെ കാത്തിരിക്കുന്നുണ്ട്. 2 വിഭാഗങ്ങളിലുമായി 3 മികച്ച ടീമുകളും മെഡലുകളും ഏറ്റവും മികച്ച അച്ചടക്കം പുലർത്തുന്ന ടീമിന് ഫെയർ പ്ലേ അവാർഡും ലഭിക്കും. കൂടാതെ ബെസ്റ്റ് പ്ലെയർ അവാർഡും ബെസ്റ്റ് കോച്ച് അവാർഡും ഉണ്ടായിരിക്കുന്നതാണ്. വടംവലി മത്സരം കാണാനെത്തുന്നവരെ തേടി റാഫേൽ ഡ്രോ മത്സരവും ഉണ്ടായിരിക്കും.
കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി ആനന്ദ ട്രാവൽ പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.12 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 87.31 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 102.35 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.35 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 63.16 ഇന്ത്യൻ രൂപ. മോർണിംഗ് ന്യൂസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച